പക്ഷെ അതിനെക്കാട്ടി കിടിലുമായിരുന്നു സീസൺ 3. എനിക്കത് ഇപ്പോഴും പറയുമ്പോൾ നല്ല രോമാഞ്ചമാണ്. കാര്യം അത് അത്രയ്ക്ക് കിടിലാണ് സീസൺ 3. പക്ഷെ സീസൺ 3 കൊണ്ട് നിർത്തിയത് അതും ഒരു കിടിലൻ ക്ലിഫ് ഹാങ്ങർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ 2 വർഷമായിട്ട് സീസൺ 4 ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സീസൺ 3 തീർന്ന അന്ന് തന്നെ ഞാൻ മാങ്ക എടുത്ത് വായിച്ചു. ഒറ്റയടിക്ക് ആ മാങ്ക ഫുൾ ഞാൻ തീർത്തു. എനിക്ക് ഇപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട്. കാര്യം ഞാൻ ഇതിന്റെ മാങ്ക വായിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഈ മാങ്ക എൻ്റെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് വായിച്ചു തീർത്തപ്പം എന്തോ ഒരു വല്ലാത്ത ഫീലായിരുന്നു. കാര്യം ആ ഒരു മാങ്കയിൽ ഇനിയും നമ്മൾ കാണും ഒരുപാട് ആർക്കുകളുണ്ട്. എന്ന് പറയുമ്പോൾ ഇനി ഒരു 3 ആർക്കും കൂടെ കാണും, 3 സീസണും കൂടെ കാണും. പക്ഷെ അടുത്ത സീസണിൽ മൈക്കിന്റെ വേറൊരു ഫേസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു വേറെ ലെവൽ ആർക്കാണ് ഇനി വരാൻ കിടക്കുന്നത്. അതും പോരാഞ്ഞ് ഒരു കിടല ഹാപ്പി എൻഡിങ്ങും അതും കൂടെ വായിച്ചപ്പം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഇത് ഇപ്പൊ എന്തോ സീസൺ 4ന്റെ പ്രൊഡക്ഷൻ നടക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കും ഒരു ആർക്കെന്തോ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആ ആർക്കിനെ എനിക്ക് തോന്നുന്നു നല്ലൊരു ആർക്കായിരുന്നു. കാര്യം അടുത്ത കുറച്ച് ഇമോഷണലി പോയിട്ടാണ് പിന്നെ അവർ വേറൊരു ലൈഫിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുന്ന ഒരു ആർക്കാണത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇമോഷണൽ സെക്ഷൻസ് ആയിരിക്കും അവർ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അവർ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറുന്നോട്ടായിരിക്കും മിക്കവാറും സീസൺ 4 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മാങ്ക വായിക്കാത്തവരുണ്ടെങ്കിൽ മാങ്ക വായിക്കേണ്ടതാണ്. അനിമെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. അതൊരു കിഡിലെ അനിമയാണ്. ഞാൻ കണ്ടതിൽ വീണ്ടും കാണാൻ റെക്കമെൻഡ് ചെയ്തൊരു അനിമയാണ്.